പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിൻ പുത്രനാം യേശു പൂജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ താൻ വാഴ്കയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൻ എത്ര ധന്യമേ ലോകജീവിതം, എത്ര ധന്യമേ ലോകജീവിതം. കൃപയുടെ മറവിൽ നമ്മെ മറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന്റെ വലിയ കൃപയും സാന്നിധ്യവും നമ്മുടെ മധ്യത്തിൽ പിന്നെയും കർത്താവ് അയക്കേണ്ടതിനായി നമുക്ക് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാമല്ലോ. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മുടെ കൂടാരത്തിൽ പിന്നെയും കർത്താവ് അയക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ കൃപ അതിശക്തമായി നമ്മുടെ കൂടാരത്തിലേക്ക് ദൈവം അയക്കട്ടെ. ഇന്ന് പകലിൽ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചല്ലോ. തൻ്റെ കുഞ്ഞുങ്ങളെ അതിനായി ദൈവം ബലപ്പെടുത്തിയല്ലോ. കർത്താവ് അവരെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വീണ്ടും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥനയോടെ നമ്മളായിരിക്കപ്പെടുമ്പോൾ ആമേൻ സ്തോത്രം. ഉൽപ്പത്തിയുടെ പുസ്തകം 22 അധ്യായം അതിൻ്റെ 11 വാക്യം ഇന്ന് പകലിൽ വായിക്കാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 22 അതിൻ്റെ 11 വാക്യം. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. ഈ പശ്ചാത്തലം നമുക്കറിയാം. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രഭാതത്തിൽ അബ്രഹാമിന്റെ നടുവിൽ നീണ്ട 75 വർഷം വാഴ്ത്തത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആമേൻ ആഗ്രഹിക്കുകയും ചെയ്ത അബ്രഹാം, എന്നാൽ ദൈവത്തിന്റെ ദൂതൻ അബ്രഹാമിന് പ്രത്യക്ഷനായി 75 വയസ്സിൽ, അബ്രഹാമേ ഞാൻ നിനക്കൊരു തലമുറയെ തരുമെന്നൊക്കെ പറഞ്ഞ് അബ്രഹാമിനെ രോമാഞ്ചം കൊള്ളിക്കുകയും അബ്രഹാമിനോട് പറഞ്ഞ് ബലപ്പെടുത്തുകയും ചെയ്ത ദൂതന്മാർ സാക്ഷാൽ ദൈവം തന്നെ അബ്രഹാമിനോട് ഇടപെടുവാനിടയായി. നമുക്ക് ആ ചരിത്രമെല്ലാം അറിയാം. പക്ഷേ 75 വയസ്സിൽ പറഞ്ഞ അബ്രഹാമിന്റെ ദൂത് 100 വയസ്സിൽ പിന്നെ 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. നീണ്ട ചില വർഷങ്ങൾ കാത്തിരിപ്പിന്റെ മുമ്പിലായിരിക്കുമ്പോൾ പിന്നെയും ചില വർഷങ്ങൾ കാത്തിരുന്നു. അപ്പോഴാണ് തനിക്ക് ഒരു തലമുറയെ ദൈവം നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ തലമുറയുമായി സന്തോഷിക്കുകയും പാടുകയും ആരാധിക്കുകയും ചെയ്യുന്ന അബ്രഹാമിനെ കണ്ട് കർത്താവിന് ആമേൻ ഒരു ചിന്ത, ഒരു കാര്യം ചെയ്യണം, നിന്റെ ഏകജാതനായ പുത്രനെ നീ യാഗമർപ്പിക്കണം. സ്തോത്രം. അബ്രഹാം ആ യാഗത്തിനായി തയ്യാറായി യാഗപീഠത്തിലേക്ക് തൻ്റെ മകനായ ഇസ്ഹാക്കിനെ കൈയും കാലും കെട്ടി യാഗപീഠത്തിലേക്ക് വയ്ക്കുമ്പോൾ ദൈവത്തിനൊന്ന് മനസ്സിലായി, അബ്രഹാം കുഞ്ഞിനെ യാഗമർപ്പിക്കുമെന്നുള്ള കാര്യം ദൈവത്തിന് മനസ്സിലായി. പ്രിയരെ, ദൈവത്തിനു വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ് അബ്രഹാം. ദൈവം പറയുന്ന കാര്യം കൃത്യമായി ചെയ്യുന്ന യാഗമാണെങ്കിലും
ആരാധനകളാണെങ്കിലും എന്താണ് അബ്രഹാമിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്, അത് അബ്രഹാം മനസ്സിലാക്കിയ ശേഷം അബ്രഹാം ആ കാര്യം ഭംഗിയായി ചെയ്യാറുണ്ട്. കേൾക്കൂ, മോറിയ മലയിൽ കൊണ്ടുചെന്ന് തന്നെ യാഗം കഴിപ്പാൻ, 12-ാം വാക്യം, ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് അവനോട്, ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ നീ മടിക്കാകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു. കണ്ടോ, ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ദൂതന്മാർ തന്നെ അബ്രഹാമിനെ കുറിച്ച് സാക്ഷ്യം പ്രസ്താവിക്കുകയാണ്. ദൈവകുഞ്ഞെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധനായ ദൈവത്തെ ഭയപ്പെടുവാൻ നമുക്ക് തയ്യാറാകാം. ആമേൻ. ദൈവ ശബ്ദം കേൾക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഇന്ന് പകലിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടാരത്തിൽ വെളിപ്പെടുകയാണ്. അബ്രഹാമിന് 75 വയസ്സ് വരെ മക്കളില്ലായിരുന്നു. പക്ഷേ 75-ാമത്തെ വയസ്സിൽ തൻ്റെ ഭാരം യഹോവ എല്ലാം മനസ്സിലാക്കിയ ശേഷം, ആമേൻ, 25 വർഷം പിന്നെയും ദൈവത്തെ ഭയപ്പെടുവാൻ ചില വാഴ്ത്തത്വങ്ങൾ ദൈവകുഞ്ഞെ നിനക്ക് നിവർത്തിക്കേണ്ട സമയം വാതുക്കലായി നിൽപ്പുണ്ട്. പക്ഷെ ദൈവം പറയുന്നതും ദൈവത്തെ ഭയപ്പെടുവാൻ നീ തയ്യാറാണെങ്കിൽ ചില വാഴ്ത്തത്വങ്ങൾ നിന്നെ തേടി വരും. പ്രൈസ് ദി ലോർഡ്. ചില വാഴ്ത്തത്വങ്ങൾ നിനക്കുള്ളത് തന്നെയാണ്. ആർക്കും അതിനെ എടുത്തു മാറ്റാൻ കഴിയാത്ത ചില വാഴ്ത്തത്വങ്ങൾ ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അയക്കുന്ന ദൈവമാണ് എന്ന് പറയാൻ ഇന്ന് പകൽക്കാലം തയ്യാറാണോ? അങ്ങനെയെങ്കിൽ വാഴ്ത്തത്വം ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ അതിനകത്ത് നിന്നെ നിർത്തുവാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. കേൾക്കൂ, അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടു എന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയണം. ആമേൻ. എൻ്റെ കുഞ്ഞ് എന്നെ ഭയപ്പെട്ടു എന്ന്. സ്തോത്രം. എൻ്റെ കുഞ്ഞ് എന്നെ ഭയപ്പെട്ടു എന്നുള്ള കാര്യം ദൈവം സാക്ഷ്യം പറയാൻ തുടങ്ങിയാൽ അതിനപ്പുറം വേറെ എന്താ വേണ്ടത്? സ്തോത്രം. നോക്കിക്കേ, പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1ഉം 2ഉം വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആമേൻ, വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദാംശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2-ാമത്തെ വാക്യം, അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ചു കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. ഹല്ലേലൂയ. അപ്പൊ മുൾപ്പടർപ്പ് തീപിടിച്ചു. ഈ മുൾപ്പടർപ്പ് എന്ത് ചെയ്യുന്നില്ല? വെന്തു പോകുന്നില്ല, അല്ലെങ്കിൽ ചാരമാകുന്നില്ല, നിന്ന് കത്തുകയാ. ഹല്ലേലൂയ. ആമേൻ. ഈ മുൾപ്പടർപ്പിനകത്ത് ആര് നിൽപ്പുണ്ട്? ദൂതൻ നിൽക്കുന്നു. ഹല്ലേലൂയ. ഈ മുൾപ്പടർപ്പിനകത്ത് നിൽക്കുന്ന ദൂതനെ ആര് കാണുന്നു? മോശ കാണുകയാ. ഇന്ന് ഈ പ്രഭാതത്തിൽ ചിലത് കാണുവാൻ, ആമേൻ, പ്രധാനപ്പെട്ടത് ചിലത് കാണുവാൻ, നിന്റെ വാഴ്ക്കയെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് കാണുവാൻ, കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ളതിനെ കുറിച്ച് കാണുവാൻ, ശുശ്രൂഷയുടെ വിളിയെക്കുറിച്ചൊന്ന് കാണുവാൻ, ആമേൻ, ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ ഓർത്തൊന്ന് കാണുവാൻ, കണ്ണുകൾ തുറക്കാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകണം. ഈ പ്രഭാതം അതിനു വേണ്ടി വില കൊടുക്ക്. ഈ പ്രഭാതം അതിനു വേണ്ടി ദൈവത്തിന് വേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ദൈവ പൈതലേ, ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ആരുടെയൊക്കെയോ ജീവിതത്തിലൂടെ ദൈവാത്മാവിന്ന് പകൽക്കാലം പ്രവർത്തിക്കുന്ന ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ശമനപരഗതന വൈഡകരാജകൽക്കനാദി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ എവിടെ ഇറങ്ങിയിട്ടുണ്ടോ, ആമേൻ, അവിടെ ഒക്കെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ആമേൻ. നോക്കിയ, ദൂതൻ ഇറങ്ങിയപ്പോ ജീവിതം തന്നെ മാറിപ്പോകുന്നു. ജീവിതത്തിൽ തന്നെ മാറ്റുന്നു. ദൂതൻ ഇറങ്ങണം, ജീവിതം തന്നെ മാറും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. എൻ്റെ ജീവിതമൊക്കെ ദൈവം മാറ്റുമെന്നൊരു വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിലേക്ക് ഒന്ന് ഏൽപ്പിക്കുന്ന എത്ര പേരുണ്ട്?
എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ രോഗം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ രോഗം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ദൈവം ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ, ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തെ വരെ മാറ്റിമറിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ എത്ര പേർ കേൾക്കുന്നുണ്ട്? എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തെ മാറ്റാൻ ആമേൻ എന്റെ കർത്താവിൽ നിന്ന് പകൽക്കാലം കഴിയും. കാരണം ആമേൻ പാട്ടുകാരൻ തന്നെ പറയുന്നില്ലേ, ആമേൻ ജീവിതത്തെ മാറ്റിമറിക്കാൻ പരിശുദ്ധാത്മാവ് തന്നെ നിയോഗത്തോടെ നമ്മെ നിർത്തിയിരിക്കപ്പെടുമ്പോൾ ഇന്ന് പകലില് പറ, എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ രോഗം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ രോഗം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. എൻ നിരാശകൾ മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ, ആമേൻ. ഈ പകലിൽ നിരാശകൾ മാറട്ടെ. എൻ നിലവുകളും മാറും. ഒരു വാക്ക് നീ പറഞ്ഞാൽ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിരാശയുടെ ചുഴിക്കകത്തകപ്പെട്ടിരിക്കുന്ന ദൈവപൈതലെ, നിരാശകൾ മാറട്ടെ. വേദനകൾ ദൈവം മാറ്റട്ടെ. നിരാശകൾക്കകത്ത് ഇറങ്ങി നിൽക്കുന്ന, നിരാശ വരുത്തിക്കുന്ന ശത്രുവിനെ തുരത്തിക്കളയുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്റെ കൂടാരത്തിൽ ഇന്ന് പകലിൽ വെളിപ്പെടട്ടെ. ആമേൻ. അതാണ് ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നപ്പോൾ വായിച്ചത്. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. പേരൊന്നും മാറിപ്പോയില്ല കേട്ടോ. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം. ദൈവം ജനത്തെ അനുഗ്രഹിക്കണം, കൃപയുടെ മറവിൽ മറയ്ക്കണം, അത്ഭുതം ചെയ്യണമേ കർത്താവേ, ക്രൂശിന്റെ മറവിൽ മറച്ചാട്ട്. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.